ഇതിൻ്റെ ശരിക്കും ഇവരുടെ മാതാപിതാക്കളാണ് ഇതിന് ശരിക്കും ഉത്തരവാദി. അവർ ഇതിന് തക്കതായ ഒരു നടപടിയോടുകൂടി ഇതിനെ എടുത്തിനെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഞാൻ അവൻ്റെ ജ്യേഷ്ഠനോട് ഞാൻ പറഞ്ഞു, ഉമ്മനെ വാപ്പനെ കൂട്ടി ഒന്ന് വരികയാണെങ്കിൽ നമുക്ക് ഇവിടം വെച്ച് ഇത് പറഞ്ഞ് തീർക്കാൻ. എന്ന് പോലും വന്നില്ല. പള്ളി കമ്മിറ്റി വിളിച്ചിട്ടും വന്നില്ല, ഞാൻ ഇവിടേക്ക് വിളിച്ചിട്ടും വന്നില്ല. അവരോട് ഒന്ന് സഹകരിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടാവില്ലായിരുന്നു. ഓലാണ് ഇതിന് മെയിൻ ഉത്തരവാദി. ഇതിന് ഓൻ എത്ര വലിയ ശിക്ഷ കൊടുക്കാൻ പറ്റും അത് കൊടുക്കണം. ഈ ഇവരുടെ വിവാഹം നേരത്തെ ഉറപ്പിച്ചിരുന്നല്ലോ, അതായത് ഷിബിലയുടെ നിക്കാഹ് നേരത്തെ ഉറപ്പിച്ചിരുന്നല്ലോ. ആ സമയത്താണ് കോടതിയിലൊക്കെ പോകുന്നത്. ഭീഷണിപ്പെടുത്തിയതാണോ ഇങ്ങനെ കൂടെ പോകണമെന്ന്? അപ്പൊ ബലമായ സംശയിക്ക് അവൻ അന്ന് ഒന്നുകിൽ ഇഞ്ഞ കൊല്ലൂന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടായിരിക്കും അവളെ ഓൻ്റെ കൂടെ പോയത്. അല്ലാണ്ട് ഓൾ ഒരു കാരണം വെച്ചാലും ഇഞ്ഞ പിരിഞ്ഞോള് പോവില്ല. എനിക്കറിയാം. ഞാൻ സ്നേഹിച്ച് അങ്ങനെ കൊണ്ടുവന്ന എൻ്റെ 2 മക്കളാണ്. ഓല് അതിനനുസരിച്ച് പോലെ നിൽക്കൂ. എനിക്കറിയാം. എന്നുവെച്ചാൽ ഓൻ്റെ ഭീഷണിക്ക് വാങ്ങിയിട്ടല്ലാണ്ട് ഓള് പോകില്ല എന്നുള്ള ബലമായ സംശയമുണ്ട്. അതുപോലെ കോളേജിൽ ഇപ്പം ഞാൻ വന്നെന്ന് പറഞ്ഞേ, ഞാൻ മരിച്ചിക്കോന്ന് അറിയാൻ വേണ്ടിയിട്ട് രണ്ടാമത് ഇഞ്ഞ തീർക്കാൻ വന്നതാണെന്ന് ബലമായ സംശയം ഉണ്ടെങ്കിൽ അതിലും ഓനത് ചെയ്യൂ. പോലീസിന്റെ ഒരു ഉദാസീനതയാണ് കാരണം. അപ്പോൾ കൂടുതൽ അന്വേഷണമോ അല്ലെങ്കിൽ പരാതികളൊക്കെ സംബന്ധിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ലഹരിപരമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കുമ്പോൾ ഒന്ന് വന്ന് അന്വേഷിക്കണ്ടേ ഓനെപ്പറ്റി ഇവിടെ നാട്ടിൽ വന്ന് ഏത് ചെറിയ മക്കളോട് ചോദിച്ചാൽ ആൾക്കാർ പറയൂ ഓനെങ്ങനത്തെ ഒരാളാണെന്നുള്ളത്. അതുപോലെ ഒന്ന് അന്വേഷിക്കാതെ ഭയങ്കര സങ്കടമുണ്ട്. പോലീസിൻ്റെ ഉദാസീനക്ക് എന്തായാലും പോലീസ് മേലധികാരികൾക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വകുപ്പിന് പരാതി കൊടുക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പരാതിയുടെ കാര്യങ്ങളൊക്കെ അവർ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടല്ലോ ഇപ്പോൾ തുടരെ നീക്കിക്കൊണ്ടിരിക്കും. മഹല്ല് കമ്മിറ്റി വിഷയം പരിഹരിക്കാൻ നോക്കിയതായിരുന്നു, അത് ഇവിടെ എത്തിയില്ല. അവർ വിളിച്ചിട്ട് ഇവർ വന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. മഹല്ല് കമ്മിറ്റി അല്ല വരാണ്ടെന്നത്. യാസറിന് വാപ്പ വിളിച്ചിരുന്നു. ഓന് പെയിന്റിങ്ങിന്റെ പണിയുണ്ട്, അത് തീർക്കാൻ വേണ്ടി പോയതാണ്. അതിനെ കൊണ്ട് ഓന് കൂടൂല. ആവശ്യപ്പെട്ടിട്ടാണെങ്കിൽ എന്ത് പണി ഒഴിവാക്കിയും വരികയാണല്ലോ വേണ്ടിയത്. കുട്ടിനെ വേണമെങ്കിൽ ഓളോട് അത്ര സ്നേഹം ഉണ്ടെങ്കിൽ ഓൻ വരണ്ടേ. ഓന് ഷബീറുമായിട്ട് നിക്കാഹ് ചെയ്ത സമയത്ത് ഷബീറിനെ ഓളെ എവിടെയെങ്കിലും വെച്ച് ഇനി എവിടെ പോയാലും കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇവന്റെ അപ്പുറം തന്നെ പോയത്. ഷബീർ എന്ന് പറയുന്നത് ആദ്യം നിക്കാഹ് ചെയ്ത ആള്. ഈ സംഭവ ദിവസം ഈ യാസിർ ലഹരി ഉപയോഗിച്ചിട്ടാണ് വന്നതെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയായിരുന്നു അയാളുടെ പെരുമാറ്റം. അതിൻ്റെ തലേ ദിവസം ഇവിടെ വന്നിരുന്നു. അപ്പോൾ വെളിഞ്ഞോട് പറഞ്ഞു ഓനെ നല്ലോണം മണക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞേക്ക്. വെള്ളമടിച്ചാ വന്നത് എന്നൊക്കെ പറയുന്നത്, എന്തോ മണക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞേക്ക്. അന്നത്തെ യാഥാർത്ഥ്യം ഇവർക്ക് മദ്യപിക്കാനോ ലഹരി ഉണ്ടോ എന്ന് നോക്കാനോ അവർക്ക് സമയം കിട്ടിയില്ല. സഡൻ ടൈമിലുള്ളതായതുകൊണ്ട് മദ്യപിച്ചോ ഇല്ലോ എന്നുള്ളതിന്റെ പൂർണ്ണ വിവരം ഇവർക്കില്ല. പറഞ്ഞിട്ടുണ്ട്. നല്ലോണം മദ്യപിച്ച് വന്ന് കണക്കിൽ ഒരു സാധനങ്ങളൊക്കെ എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കുകയെ അവളെ ഭയങ്കര ക്രൂരമായിട്ട് അവിടെ ഒരുപാട് സംഗതികൾ ചെയ്തിട്ട്. ഷിബില അന്ന് പരാതി കൊടുക്കാൻ വന്ന സമയത്ത് എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞു, ഇവൻ മദ്യപിച്ച് വന്നാൽ ഈ അവൻ്റെ പെരുമാറ്റം വളരെ ഒരു സാഡിസ്റ്റ് മനോഭാവത്തിൽ അവൻ കാണിക്കാമെന്നുള്ളത്. അത് ശാരീരികമായും ഒക്കെ തന്നെ ഉപദ്രവിച്ചിട്ട് ആ ഉപദ്രവത്തിൽ സന്തോഷം കാണുന്നുണ്ടെന്നാണ്. പിന്നെ 4 ബാങ്കിൽ നിന്ന് ഇവളെ പേരിൽ ലോൺ എടുത്ത് വെച്ചിട്ട് ആ ലോണുകാർ 4 ബാങ്കുകാരും ഇവിടെ വന്ന് ഞാനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ബാങ്കിൽ നിന്ന് വന്ന ആൾക്കാർ ഓനെ വിളിച്ചിട്ട് കിട്ടായിട്ട് ഓൻ്റെ അമ്മനെ വിളിച്ച് ഞാൻ നമ്പറിൽ വിളിച്ചു തരാം ബാങ്കുകാരോട് പറഞ്ഞത്, പിന്നെ ഷിബിലാണ് ലോൺ എടുത്തത്, ഓളോ വീട്ടിൽ പൊയ്ക്കോളി, ഓളോട് വാങ്ങിക്കോളി, ഞങ്ങൾ എടുത്തില്ല, പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെങ്കിലും ആളും ചെയ്തോളി എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ബാങ്കുകാർ അങ്ങോട്ട് ചോദിച്ച്, പിന്നെ ഞങ്ങളെ മോന് വേണ്ടിയിട്ടല്ലേ ഓളെ എടുത്തത്, അപ്പം നിങ്ങൾ ഓനല്ലേ സഹകരിക്കേണ്ടത്, ഓൾക്ക് ജോലിയൊന്നും ഇല്ലല്ലോ, ഓനല്ലേ കൊടുക്കേണ്ടത്. അപ്പം ഉമ്മ പറയുന്നത് ഇങ്ങോട്ട് വാടാനെ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞത്. പച്ചത്തെറിയാ പറഞ്ഞത്. ലോൺ എടുത്തത് പിന്നെ ആദ്യം ഗൾഫ് പോയിഞ്ഞു, അല്ല ഒരു പ്രാവശ്യം ഗൾഫ് പോയിഞ്ഞു, അതിൻ്റെ പൈസ 60,000 റുപ്യ കൊടുക്കാണ്ടെന്നും പറഞ്ഞിട്ടാണ് ഒരു പ്രാവശ്യം എടുത്തത്. പിന്നെ അല്ലാണ്ട് എൻ്റെ ഉമ്മ പറഞ്ഞിട്ട് ലോണൊക്കെ എടുത്ത് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യാം അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓലെടുപ്പിക്കലാണ് കുറേ കാര്യങ്ങൾ. ഓൾക്ക് വേണ്ടിയിട്ട് ഒപ്പിട്ട് എടുത്തിക്കുന്ന പറഞ്ഞു, ഉമ്മക്ക് വേണ്ടിയിട്ട്. ലഹരി ഉപയോഗിക്കുന്ന സമയത്തും ആർഭാട ജീവിതം നയിക്കുന്ന സമയത്തും പണം ആവശ്യമാണല്ലോ. കൃത്യമായ ഒരു ഷോപ്പിൽ മാത്രം ജോലി ചെയ്യുന്നവന് ഇത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ പണം ഉണ്ടായിക്കൊള്ളണം. ഇപ്പോൾ തുച്ഛമായ പൈസയാണ് ഇപ്പോൾ ഷോപ്പിൽ നിന്നാ കിട്ടുക. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടൊന്നുമില്ല. അതുകൊണ്ട് ഇവളെ ഉപയോഗപ്പെടുത്തി ലോൺ എടുക്കുന്നു, ആർഭാട ജീവിതം നയിക്കുന്നു, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു. ആ രീതിയാണ് സ്വീകരിച്ചുകൊണ്ട് അതിന് ഓലെ ഉമ്മയും ബാപ്പയും സപ്പോർട്ട് വേണം, കുടുംബം. മോളൊരു ചെയിൻ ഉണ്ടായിട്ട് അതുവരെ ഇപ്പം ബാങ്കിൽ വെച്ചതാണ്. എന്താവശ്യത്തിനാന്നുള്ള ഒന്നും അറിയില്ല.
ഓന് ലഹരി ഉപയോഗിക്കാനായിരിക്കും, അല്ലാതെ വെക്കാൻ ചാൻസ് ഇല്ല. ഈ ചെറിയ കുട്ടികളൊക്കെ നല്ല സ്നേഹത്തോട് വെച്ചിട്ടുണ്ടായിരുന്നു മോളൊക്കെ. എങ്ങനെ സ്നേഹം ഇവിടെ ഇപ്പൊ അടുത്ത ദിവസം ഒരു ദിവസം വന്നപ്പോ ഒന്നും ഓളം കാണാനൊന്നും വന്നില്ല. അന്നപ്പോൾ ഓൾ ഉറങ്ങിയതായിരുന്നു. മിനിയാന്ന് അതിന്റെ തലേ ദിവസം വന്നപ്പോ 2 മാസം പോരായി ഇവിടെ ആയിട്ട്. ഓരോന്ന് വിളിച്ച് നോക്കിയവരെ അങ്ങനത്തെ യാതൊരു ഇതില്ല. ചെറുതുമായിട്ടുള്ള വലിയ സ്നേഹം കാര്യമൊന്നുമില്ല, ആരും വിളിക്കലും വിളിക്കലൊന്നുമില്ല, ഒന്നുമില്ല. ഈ ഡ്രസ്സൊക്കെ എടുത്ത് കത്തിച്ചെന്ന് പറഞ്ഞില്ല, അതിന്റെ കാരണം എന്താ പറയുക? അത് മോളെ ബർത്ത്ഡേ ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചിരുന്നു. അത് ഓനോട് പറയാഞ്ഞിട്ട് ചെയ്തതാന്നാ അവൻ പറഞ്ഞത്. അതങ്ങനെ കഴിച്ചോന്നല്ല, ഓലൊരു കേക്ക് വാങ്ങി മുറിച്ച് ഓളെ താത്ത ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുത്തു, അത്രേ ഉള്ളൂ. ഡ്രസ്സ് കത്തിക്കാൻ പ്രധാന കാരണം ഡ്രസ്സ് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞല്ലോ. ഓന് ചെറുതിനോട് സ്നേഹമുണ്ടെങ്കിൽ ഓനെങ്കിൽ ആരെങ്കിലും വാങ്ങിക്കൊടുത്തൂടെ? അതൊക്കെയല്ലേ ഓൻ ചെയ്യേണ്ടത്. അതൊന്നും ചെയ്യല്ലോ ചെയ്യുക, വാശിക്കാണല്ലോ എല്ലാം ചെയ്യുന്നത്. എന്തായാലും ഓന് നല്ല ശിക്ഷ കൊടുക്കണം, അല്ലെ കൈയും കാലും വെട്ടി മുറിക്കണം. ഇവിടുത്തെ ശിക്ഷ പോരാ, അവർക്ക് അറബി നാട്ടിലെ ശിക്ഷ തന്നെ കൊടുക്കണം. ഇങ്ങനെ എല്ലാ സ്ഥലത്തും പിന്നെ ഈ മക്കള് ഇങ്ങനെ കേടിരുന്നത് ഇവിടെ പോലീസുകാരെ അങ്ങോട്ട് കൊണ്ടുപോവുക, അവിടെ നല്ലോണം ഭക്ഷണം കൊടുക്കുക, അവിടെ എന്തെങ്കിലും കുറച്ച് പണിയെടുപ്പിക്കൂ. പിന്നെ അവർക്ക് പോരുന്ന തിരിച്ചു വരുമ്പോൾ പൈസയും കൊടുത്ത് തടിയൊക്കെ നന്നായി ഉഷാറായി അവർ ഇങ്ങോട്ട് വരിക.